ഹലോ നമസ്കാരം, രഞ്ജിത്ത് അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കഥയാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരത്തിലുണ്ട് അല്ലേ. നമ്മളെ സമീപിച്ച ഒരു കേരളത്തിലെ പ്രമുഖമായ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലരും വലിയ ബുദ്ധിമുട്ടിലാണ്. പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒന്ന് സ്കൂളുകളുണ്ട്. പലരും സ്കൂളുകൾ തുടങ്ങാറുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ സർവൈവ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. നല്ല രീതിയിൽ പോകുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും വലിയ ബുദ്ധിമുട്ടിലാണ്. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ട്യൂഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതൽ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകൾക്ക് കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ചില പ്രത്യേക ജോലികൾക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നേരെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള ചില കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ഏത് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്ട്രാറ്റജീസാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശരിക്കും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ നമ്മളൊരു 6 point ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സ് ചെയ്തത്. അപ്പം നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹെൽത്ത് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ആദ്യം അനലൈസ് ചെയ്തത്. ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഏകദേശം 1 മാസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കൃത്യമായിട്ട് ഓരോ പ്രോസസ്സുകളും പോളിസികളും ആളുകളിലൂടെയും സിസ്റ്റംസിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അതിൻ്റെ വളരെ ചെറിയൊരു സമ്മറി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കോഴ്സസിനെ കുറിച്ചാണ്. അതിൻ്റെ കോഴ്സസ് എന്തൊക്കെയാണ്, എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്, ഈ ടാർഗറ്റ് ഓഡിയൻസിന് പറ്റിയ കോഴ്സ് തന്നെയാണോ, ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെയാണോ കോഴ്സിൻ്റെ ഡെലിവറബിൾസ് തയ്യാറാക്കിയിരിക്കുന്നത്, എത്രമാത്രം റെലവൻ്റ് ആണ് ആ കോഴ്സുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മാൻഡേറ്ററി ആയിട്ടുള്ള കോഴ്സുകളാണ്. 1 മുതൽ 12ാം ക്ലാസ് വരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ അത് മാൻഡേറ്ററിയാണ്. അപ്പോൾ അവിടെ അവർക്ക് വലിയൊരു ചലഞ്ച് അതിനകത്തില്ല. പക്ഷേ അവർക്കുള്ള ചലഞ്ച് എന്ന് പറയുന്നത് അവർക്കൊരു ഡിഫറൻഷിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ സ്കൂളുകളും കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ കയ്യിലും അത് തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. അപ്പോൾ എന്ത് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് എന്ത് പ്രാക്ടിക്കൽ വിസ്ഡം എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കുട്ടികളെ പഠിപ്പിക്കാത്ത ഒരു 15ഓളം കാര്യങ്ങളുണ്ട്. അപ്പം 15 ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ 15 എന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഒരു കോഴ്സുണ്ട് ഞങ്ങളുടെ ബെറ്റർ യുവിൻ്റെ ഭാഗമായിട്ട്. 15 ഇയേഴ്സിൽ പഠിച്ചിരിക്കേണ്ട 15 കാര്യങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാത്തത്. അപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണി മാനേജ്മെൻറ്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അപ്പം അവർ 25-30 വയസ്സായിട്ട് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്ന നേരത്താണ് വലിയ സംശയങ്ങൾ അവർക്ക് വരുന്നത്. അവിടെയാണ് നമ്മളിപ്പോഴുള്ള ആൾക്കാരൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. മേ ബി സ്കൂളിൽ തന്നെ ഇത് പഠിപ്പിച്ചാൽ ഒരു പക്ഷേ ഇനീഷ്യലി ഒരു കൺസൾട്ടൻ്റെ പോലും ആവശ്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ബേസ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോഴ്സിൻ്റെ റെലവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോഴ്സ് എത്രമാത്രം യുണീക്ക് ആവുന്നു, എത്രമാത്രം പ്രാക്ടിക്കൽ വിസ്ഡം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശരിക്കും പഠിച്ചത് ആ കോഴ്സിൻ്റെ റെലവൻസ് എന്താണ്, അതിൻ്റെ യുണീക്ക്നെസ് എന്താണ്, എന്ത് ബെനിഫിറ്റ്സ് ആണ്, എന്ത് ഫീച്ചേഴ്സാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്, സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ഡെഫിനറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറാണ്. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ നന്നായിരിക്കണം. സ്കൂളായാലും അതൊരു കോളേജ് ആണെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ചില പെർട്ടിക്കുലർ സ്കില്ലുകളൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലേ, ഇപ്പോൾ സ്കില്ല് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ആ സ്കില്ല് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ലബോറട്ടറീസ്, അതിൻ്റെ വർക്ക്ഷോപ്പുകൾ എക്സലൻ്റ് ആയിരിക്കണം. കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇടക്കാലത്ത് അങ്ങനെ കൂണ് പോലെ മുളച്ചു പൊന്തിയിരുന്നു. ഇവർക്കൊക്കെ അക്രഡിറ്റേഷനും പല രീതിയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും. ഇവരുടെ വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയ വർക്ക്ഷോപ്പുകൾ, പേരിന് മാത്രം 1-2 മെഷീനറി, ഈ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒപ്പിക്കലാണ് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരാളാണ്. മെക്കാനിക്കലായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പം ഞാൻ അവിടെയുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലൂടെയും ലാബുകളിലൂടെയും ഒക്കെ ഒരുപാട് കാലം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൊന്നും പുതിയ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഞാൻ ക്ലാസ് എടുക്കാനും കൺസൾട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും പലപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എവിടെയാണോ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിൽ കോംപ്രമൈസ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി നമ്മളുടെ ക്വാളിറ്റിയിൽ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കനോട്ട് കോംപ്രമൈസ് ഓൺ ദ ഇൻഫ്രാസ്ട്രക്ചർ. പ്രത്യേകിച്ചും ടാർഗറ്റ് ഓഡിയൻസിന് അത് ആവശ്യമാണെങ്കിൽ.
ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പൈസ അതിന് മാത്രം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആക്ച്വലി പൈസ സ്പെൻഡ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ അതിൽ നിങ്ങൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ശരിക്കും കോഴ്സിന് വേണ്ട ചില കാര്യങ്ങൾ, ലാബോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഇൻസ്ട്രുമെൻറ്റുകളോ ഒക്കെ മേടിക്കാൻ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും. പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം കഥയായിട്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ അടുത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാറുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു 6 പോയിൻ്റർ ഫ്രെയിം വർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻഫ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു കനോട്ട് കോംപ്രമൈസ് ഓൺ ദാറ്റ്. അടുത്തത് അഡ്മിഷൻ പ്രൊസീജിയറാണ്. സെയിൽസ് വലിയൊരു പാർട്ടാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നിലനിൽക്കുന്നത് തന്നെ സെയിൽസിലാണ് അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള സെയിൽസ് പ്ലാനിങ് നമുക്കുണ്ടാവണം. എന്താണ് നമ്മളുടെ കോഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ, ബെനിഫിറ്റ്സ് എന്താ, എന്തുകൊണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ വരണം, ഇത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തായി മാറും, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ കഴിയണം. ചില പെർട്ടിക്കുലർ കോഴ്സുകൾക്ക് ചില സമയങ്ങളിൽ വലിയ ബൂം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഈ അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ CMAയും ഒക്കെ പഠിപ്പിക്കുന്ന ലേണിംഗ് കമ്പനികൾ ഒരുപാട് മുളച്ചു പൊന്നുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക. ഒരു കാലഘട്ടത്തിൽ NIFE ഒക്കെ വളർന്നു വന്ന പോലെ, ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ വളർന്നു വന്ന പോലെ ഇപ്പോൾ ഒരുപാട് അക്കൗണ്ടിങ്ങും കൊമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതൊരു സീസണൽ ട്രെൻഡാണ്. കുറച്ച് കഴിഞ്ഞാൽ അതില്ലാതാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ സ്ക്രൈബിങ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഇപ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് സീസണലാണ്. കാരണം അതിൻ്റെ ടെക്നോളജി മാറുമ്പോൾ, അതിൻ്റെ രീതി മാറുമ്പോൾ തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ശരിക്കും ഗസ് ചെയ്യാൻ പറ്റേണ്ടത്, ഇത്തരത്തിലുള്ള സീസണലായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, അവരടുത്തൊരു 10 വർഷത്തേക്ക് ഈ മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും എപ്പോൾ കോഴ്സുകൾ ഷിഫ്റ്റ് ചെയ്യുകയും പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് അവർ ഇല്ലാതാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കൃത്യമായ സെയിൽസ് മെറ്റീരിയലും മാർക്കറ്റിംഗ് രീതികളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒരു ധാർമ്മികതയാണ്. അല്ലെങ്കിൽ ശരിക്കും സെയിൽസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അക്കാഡമി അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഓട്ടോമാറ്റിക്കലി സെയിൽസ് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നടക്കില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് ആസ്പെക്റ്റിൽ, മാർക്കറ്റിംഗ് ആസ്പെക്റ്റിലും നടത്തിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെയിൽസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു ചലഞ്ച് ഞാൻ കണ്ടിട്ടുള്ളത്, പലപ്പോഴും അക്കാഡമീഷ്യൻസൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ബിസിനസ്സിൻ്റെ കാര്യത്തിലോ ഓൺട്രപ്രണർഷിപ്പിൻ്റെ കാര്യത്തിലോ കുറച്ച് പിന്നിലായിരിക്കും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ഡിസിപ്ലിൻഡ് ആയിരിക്കില്ല പലരും. അതുകൊണ്ട് കൃത്യമായ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല. കൃത്യമായിട്ട് അഡ്മിഷൻ സമയത്ത് തന്നെ ഫീസ് കളക്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനം പ്രോപ്പറായിരിക്കില്ല. ഫീ കളക്ഷൻ സിസ്റ്റം വളരെ മോശമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എത്രയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയില്ല. ഏത് കുട്ടിയാണ് ഫീസ് അടച്ചത്, എത്ര ബാലൻസ് ഉണ്ട് എന്ന് കൃത്യമായി അറിയാനുള്ള സംവിധാനം പോലും പല സ്ഥലങ്ങളില്ല. ചുരുക്കി പറഞ്ഞാൽ എത്രയോ ലക്ഷങ്ങൾ ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുവഴി മാത്രം നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അവിടെ ഉണ്ടാവണം. അപ്പോൾ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഫീൻ്റെ കാര്യത്തിൽ സ്റ്റേജ് വൈസ് ആയിട്ട്, ഇൻസ്റ്റാൾമെൻറ്റ് വൈസ് ആയിട്ട് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അടുത്തത് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റാണ്. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻകവും എക്സ്പെൻസും കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇൻകത്തെക്കുറിച്ച് പറഞ്ഞു, അഡ്മിഷൻ ഫീ ആയിരിക്കും പ്രധാനപ്പെട്ട ഇൻകം. എക്സ്പെൻസ് പലതരത്തിൽ വരുന്നുണ്ട്. സ്റ്റാഫിൻ്റെ സാലറി ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസാണ്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള പലതരത്തിലുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിനും പല കൺസ്യൂമബിൾസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പെൻസസ് വരുന്നുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണെന്നും ആ കോസ്റ്റ് കൃത്യമായി കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസം, കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇതും മസ്റ്റാണ്. പലപ്പോഴും അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു അക്കൗണ്ടൻറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പോലും നമ്മൾ വലിയ ലാഘവത്വം കാണിക്കും. വളരെ സിമ്പിളായിട്ട് ആരെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധുവിനെയൊക്കെ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് അക്കൗണ്ടിങ് പ്രോപ്പറായിരിക്കില്ല. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കൃത്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ കണക്കുകൾ നമുക്ക് കിട്ടില്ല, കൃത്യമായിട്ടുള്ള P&L ഉണ്ടാവില്ല, കൃത്യമായ ബാലൻസ് ഷീറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. വലിയ ഇഷ്യൂസാണ് പലപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്തത് അക്കാഡമിക്സ് ആണ്. അക്കാദമിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ല ഞാൻ ആദ്യം പറഞ്ഞത്. അക്കാദമിക്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണ്.
നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എത്രമാത്രം ക്വാളിറ്റിയുള്ള കോണ്ടൻ്റാണ്, എത്രമാത്രം ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സാണ്, എത്രമാത്രം ക്വാളിറ്റിയുള്ള ആളുകളാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിൽ, ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻറ്റയർ ക്വാളിറ്റിയിലാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. യു കനോട്ട് കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ പൊസിഷനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കരുത്. അവിടെ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടീച്ചർമാരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, ആ ടീച്ചർമാരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. കാരണം നല്ലൊരു HR ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല ആളുകളെ നമുക്ക് കൂടെ നിർത്താൻ സാധിക്കൂ. അത് വളരെ പ്രധാനമാണ്. അപ്പം നെവർ കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ കോണ്ടൻറ്റ് ദാറ്റ് യു ഡെലിവർ. ഡെലിവർ ചെയ്യുന്ന ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലും മോശമാക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ സിലബസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ സിലബസ് കൊണ്ടുവരാൻ ശ്രമിക്കണം, പുതിയ മെത്തഡോളജീസ് കൊണ്ടുവരാൻ ശ്രമിക്കണം, പുതിയ ഇൻട്രാക്റ്റീവ് മെത്തഡോളജീസ് അടക്കം അല്ലെങ്കിൽ ടെക്നോളജി അടക്കം നമുക്ക് കൊണ്ടുവരാനും ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ അവരെ അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് കഴിയണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ യുണീക്കാവുന്നത്. ഒപ്പം ഫൈനലി ഏറ്റവും അവസാനം നമ്മൾ പറയാറുള്ള ഈ 6 പോയിൻറ്ററിലെ 6ാമത്തെ കാര്യം റിസൾട്ട്സാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്കൂളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എത്ര റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് വലിയ ചോദ്യമാണ്. എത്ര A+ കിട്ടിയ കുട്ടികളുണ്ടായി, അതല്ലേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും നോക്കുന്നത് എന്ത് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എത്ര കുട്ടികൾക്ക് എൻട്രൻസ് ലഭിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എത്ര ആളുകൾ പ്ലേസ്ഡായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോഴും എൻഡ് ഓഫ് ദ ഡേ എന്ത് റിസൾട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ആ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള വർക്കുകളിൽ ഏർപ്പെടുകയും വേണം. ഈ സീസണലായിട്ടുള്ള ബിസിനസ്സുകളിലുള്ളൊരു മെച്ചം, ഫോർ എക്സാമ്പിൾ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടായിരുന്ന സമയത്ത് വലിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി വളർന്നത്. എപ്പോഴാണോ അവിടെ സാച്ചുറേറ്റഡ് ആയത് അപ്പോൾ ആ ഇൻഡസ്ട്രി തകരുകയും ചെയ്തു. മെഡിക്കൽ കോഡിങ്ങിലും മെഡിക്കൽ സ്ക്രൈബിങ്ങിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അത് തന്നെയാണ്. കാരണം ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവിടേക്ക് ആളുകളെ ആവശ്യമുണ്ട്, ആവശ്യത്തിന് സപ്ലൈ ഇല്ല, അപ്പോൾ ഇവിടെ വലിയ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറയുന്ന പോലെ ഭാവിയിലേക്ക് ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ ആവശ്യമായിട്ട് വരും, ഒരുപാട് തരത്തിലുള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇത് കുറച്ചും കൂടി ജനറിക് ആയിട്ടാണ് പറയുന്നത്. AI, റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയിലേക്കും ആളുകൾ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ മേഖലയിൽ മാത്രം AI ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അധികം ആളുകൾ ഒന്നും നോക്കിയിട്ടില്ലാത്തൊരു മേഖലയാണ് സ്പോർട്സ് മേഖല. സ്പോർട്സ് മേഖലയിൽ ഈ AI, വിർച്വൽ റിയാലിറ്റി പോലുള്ള സംഭവങ്ങൾ വളരെയധികം ഉപയോഗിക്കപ്പെട്ട് തുടങ്ങി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം, വേൾഡ് കപ്പ് ഒക്കെ കണ്ട സമയത്ത് ഓഫ് സൈഡ് പോലും നിർണ്ണയിക്കപ്പെടുന്നത് കൃത്യമായിട്ട് ഒരു സ്കാനിങ്ങിലൂടെയാണ്. അപ്പം ഡിജിറ്റലിയാണ് കംപ്ലീറ്റ്. ഇതിൻ്റെ ലൈൻ റഫറിമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻഡ് ഓഫ് ദ ഡേ ഇത് തീരുമാനിക്കപ്പെടുന്നത് കൃത്യമായിട്ട് ഒരു ഡിജിറ്റൽ മെത്തഡോളജിയിലൂടെയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി, റോബോട്ടിക്സിന് വേണ്ടി സ്പോർട്സിൽ, റീറ്റെയിൽ മേഖലയിൽ, ഏത് മേഖലയിലും സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വലിയ വലിയ സാധ്യതകളാണുള്ളത്. ഓരോ മേഖലകളെയും കുറിച്ച് പഠിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലൊന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇനി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നവർ, ഓൾറെഡി ഉള്ളവർ ഇത്തരത്തിലുള്ള പുതിയ സാധ്യതകൾ മനസ്സിലാക്കുകയും അതിലേക്ക് ഇറങ്ങുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. All the best.